ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് കൂർക്കയിട്ട് വെച്ച ബീഫ് കറി വെക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂർക്കയുണ്ട്. അത് നമുക്ക് ആദ്യം ഈ പാത്രത്തിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. ഈ കൂർക്ക ബീഫിനോടൊപ്പിട്ട് വേവിച്ച് കഴിഞ്ഞാൽ കൂർക്കയ്ക്കൊരു ചെറിയ കയ്പുണ്ട്. അത് കറിക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം കൂർക്ക വേവിച്ച് മാറ്റി വെക്കാം. നമുക്ക് ഒരു സ്പൂൺ ഉപ്പിടാം. സ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് ഇത് നന്നായി വേവിച്ചെടുക്കാം. ഒരു സ്പൂൺ ഗരം മസാല, ഇത് പൊടിച്ചതാണ്. ആവശ്യത്തിന് ഉപ്പ്, ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക. ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മസാല നന്നായി പിടിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് 3-4 വിസിലടുപ്പിക്കുക. ബോൺലെസ് ബീഫ് ആയതുകൊണ്ട് ഒരുപാട് വിസിൽ വേണ്ടി വരില്ല. ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് ഒരു തവി എണ്ണ ഒഴിക്കുക. എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 10 ചുവന്നുള്ളിയും കൂടി ചേർക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ചേർക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാളയും കൂടി ചേർക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാനായി കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 പച്ചമുളക് ചേർക്കുക. ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കാം കേട്ടോ. തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴറ്റിയെടുക്കുക. ആണെങ്കിൽ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് നമുക്ക് മസാലപ്പൊടികൾ ഇടാം കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. പച്ചമണം എല്ലാം മാറണം. അതിനുശേഷം ഈ ഗ്രേവിയായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ഒരു 2 സ്പൂൺ കൂടി ചേർക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് അല്ല കേട്ടോ, വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കൂർക്കയിട്ട ബീഫ് കറി എന്തായെന്ന് നോക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബീഫ് കറി. ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. ബീഫും കൂർക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് തൃശ്ശൂർ സ്റ്റൈൽ കൂർക്കയിട്ട ബീഫ് കറിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.
അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. പറ്റുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു.